ഹായ് എവ്രി വൺ. നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറ്റൽ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ മെത്തേഡ്സ് ഓഫ് കട്ടിങ്, അതുപോലെ ത്രെഡിങ് ആൻഡ് ബെൻഡിങ്. മെറ്റൽ കോൺഡ്യൂട്ട്സ് കട്ട് ചെയ്യാനും ത്രെഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അത് ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സാണ്. ഫസ്റ്റ് വൺ, കട്ടിങ്. റിജിഡ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് കോൺഡ്യൂട്ട്സ് മേ ബി കട്ട് വിത്ത് എ ഹാക്സോ ഓർ എ പൈപ്പ് കട്ടർ. അപ്പം റിജിഡ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള കോൺഡ്യൂട്ട്സിനെ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുക? ഹാക്സോ അല്ലെങ്കിൽ പൈപ്പ് കട്ടർ ഉപയോഗിച്ചിട്ടാണ് സാധാരണ കട്ട് ചെയ്യാറുള്ളത്. ലോക്ക് ദ കോൺഡ്യൂട്ട് ഇൻ എ പൈപ്പ് വൈസ് ബിഫോർ മേക്കിംഗ് ദ കട്ട്. നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം? ഈ കോൺഡ്യൂട്ടിനെ ഒരു പൈപ്പ് വൈസിൻ്റെ മേലെ ഫിക്സ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അതിൽ ലോക്ക് ചെയ്ത് വെക്കുക. അത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അത് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ആദ്യം പൈപ്പ് വൈസിൽ ഫിക്സ് ചെയ്യണം. Fix the conduit in the vise so that the vise grips the conduit 50 or 75 mm from the point where the cut has to be made. നമ്മൾ സാധാരണ ഫിക്സ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത്? നമുക്ക് എവിടെയാണോ നമുക്ക് കട്ട് ചെയ്യേണ്ടത് അതിൽ നിന്നും ഒരു 50 to 75 mm, അതായത് 5 സെൻറ്റിമീറ്റർ മുതൽ 7.5 സെൻറ്റിമീറ്റർ വരെ ദൂരത്തിലാണ്. അതിൽ അവിടെ നിന്നും കട്ട് ചെയ്യേണ്ട പോർഷനിൽ നിന്നും അത്രയും ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മളത് ഫിക്സ് ചെയ്യേണ്ടത്. പ്രോപ്പറായിട്ടുള്ള ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. യൂസ് ഹാക്സോ വിത്ത് 24 teeth per 25 mm ബ്ലേഡ്. നമ്മൾ ഹാക്സോ യൂസ് ചെയ്യുകയാണെങ്കിൽ 25 mm ബ്ലേഡിൽ ഒരു 24 teeth ഉള്ള 25 mm ബ്ലേഡാണ് ഉപയോഗിക്കേണ്ടത്. In the inside edge of the conduit must be smoothened with a half round file or a pipe reamer mounted in a brace to avoid the insulation damage of conductors. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്ത പോർഷനിൽ അകത്ത് ഷാർപ്പ് എഡ്ജസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൂടെ നമ്മൾ കണ്ടക്ടേഴ്സ് കടത്തി വിടുന്ന സമയത്ത് ഈ കണ്ടക്ടേഴ്സിൻ്റെ ഇൻസുലേഷനിലൊക്കെ ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്ത പോർഷൻ്റെ അതിൻ്റെ ഇൻസൈഡ് എഡ്ജ് എപ്പോഴും ഹാഫ് റൗണ്ട് ഫയലോ അല്ലെങ്കിൽ പൈപ്പ് റീമറോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളത് ഷേപ്പ് ചെയ്തിടണം, അല്ലെങ്കിൽ സ്മൂത്ത് ചെയ്യണം. ഇതാണ് രണ്ട് ടെക്നിക്ക്. ഫസ്റ്റ് വൺ കാണിച്ചിട്ടുള്ളത് ഹാക്സോ ആണ്. ദെൻ സെക്കൻഡ് വൺ കാണിച്ചിട്ടുള്ളത് പൈപ്പ് കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ്. നമുക്കറിയാം, കട്ട് ചെയ്യുന്ന പോർഷനിൽ നിന്നും അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ടാണ് അവരത് ഫിക്സ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ദെൻ ത്രെഡിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ പൈപ്പിൽ കപ്ലറൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ത്രെഡ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ത്രെഡ് ചെയ്യുന്നതെന്ന് നോക്കാം. വെൻ ഷോർട്ട് ലെങ്ത് ഓഫ് ദി കോൺഡ്യൂട്ട്സ് ആർ ടു ബി യൂസ്ഡ് ഫോർ സ്വിച്ച് ഓർ ലാമ്പ് ഡ്രോപ്സ്, the cut end of the pipe needs to be threaded to enable the fixing of the conduit to the accessories. ഇനി കോൺഡ്യൂട്ടിൻ്റെ ചെറിയ ലെങ്ത്തൊക്കെ നമ്മൾ സ്വിച്ചിലേക്കും അതുപോലെ ലാമ്പ് ഡ്രോപ്പിലേക്കൊക്കെ ചെറിയ ലെങ്തായിട്ട് കോൺഡ്യൂട്ട്സ് യൂസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ആ കട്ട് ചെയ്ത പോർഷൻ സാധാരണ ത്രെഡ് ചെയ്യാറുണ്ട്. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിനെ പ്രോപ്പറായിട്ട് നമുക്ക് ആ കോൺഡ്യൂട്ടിനെ ആക്സസറീസിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വൃത്തിക്ക് അതിനെ ഫിക്സ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിലും ത്രെഡിങ് സാധാരണ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ത്രെഡ്സ് ഇൻ ഓൾ കേസസ് ഷാൾ ബി ബിറ്റ്വീൻ 11 mm to 27 mm ലോങ്. എല്ലാ കേസിലും നമ്മൾ സാധാരണ ത്രെഡ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഒരു 11 mm, അതായത് 1.1 സെൻറ്റിമീറ്റർ മുതൽ 2.7 സെൻറ്റിമീറ്റർ വരെയുള്ള ഡിസ്റ്റൻസിൽ, അത്രയും ലെങ്ത്തിൽ നമ്മൾ ത്രെഡിങ് കൊടുക്കാറുണ്ട്. ഇറ്റ് ഷുഡ് ബി സഫിഷ്യൻറ്റ് ടു അക്കോമഡേറ്റ്സ് ദ പൈപ്സ് ടു ദ ഫുൾ ത്രെഡഡ് പോർഷൻ ഓഫ് ദി കപ്ലേഴ്സ് ഓർ ആക്സസറീസ്. അതിന് അത്രയും ഡിസ്റ്റൻസ് നമ്മൾ കൊടുക്കുന്നത്, അത്രയും ഭാഗം ത്രെഡ് ചെയ്താൽ മാത്രമേ നമുക്കൊരു കപ്ലർ അല്ലെങ്കിൽ ആക്സസറീസ്, കപ്ലറിൻ്റെയും ആക്സസറീസിൻ്റെയും മിക്ക ഭാഗവും എന്തായിരിക്കും? ത്രെഡഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫുൾ ത്രെഡഡ് പോർഷനിലേക്ക് നമുക്ക് ഈ പൈപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? കോൺഡ്യൂട്ടിൻ്റെ ത്രെഡ് ചെയ്തിട്ടുണ്ടാവണം. കോൺഡ്യൂട്ട് ഈസ് ത്രെഡഡ് ബൈ യൂസിങ് ഡൈസ് ആൻഡ് ഡൈ സ്റ്റോക്ക്. കോൺഡ്യൂട്ട് ത്രെഡ് ചെയ്യണത് എന്തുകൊണ്ടാണ്? ഡൈസ് അല്ലെങ്കിൽ ഡൈ സ്റ്റോക്ക് ഉപയോഗിച്ചിട്ടാണ് കോൺഡ്യൂട്ട് ത്രെഡ് ചെയ്യാറുള്ളത്. ഡു നോട്ട് യൂസ് എനി ലൂബ്രിക്കൻ്റ് വിച്ച് ഇസ് എൻ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ. അപ്പോൾ നമ്മൾ ത്രെഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഒരിക്കലും അവിടെ ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കാൻ പാടില്ല. ഇത് ലൂബ്രിക്കൻ്റ് ഉപയോഗിച്ച് ലൂബ്രിക്കൻ്റ് എന്തായിട്ട് കൂടി ആക്ട് ചെയ്യാറുണ്ട്? ലൂബ്രിക്കൻ്റ് ശരിക്കും ഒരു നല്ല ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ കൂടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ലൂബ്രിക്കൻസി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പം ഇങ്ങനത്തെ കേസിൽ നമുക്ക് ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ വേണ്ട. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം? അവിടെ ലൂബ്രിക്കൻസ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പ്രിക്കോഷൻസ് ടു ബി ഒബ്സർവ്ഡ് വൈൽ ത്രെഡിങ് കോൺഡ്യൂട്ട് പൈപ്പ്സ്. ഇനി നമ്മൾ കോൺഡ്യൂട്ട് പൈപ്പുകൾ ത്രെഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന്. ചാംഫർ ദി എൻഡ് ഓഫ് ദി കോൺഡ്യൂട്ട് ടു ബി ത്രെഡഡ്.
അതായത് നമ്മൾ ത്രെഡ് ചെയ്യേണ്ട കോൺഡ്യൂട്ട് എപ്പോഴും എന്ത് ചെയ്യണം, ചാംഫർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലോപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, ഒരു സ്ലോപ്പ് അവിടെ സൈഡിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് ചാംഫർ ചെയ്യുക എന്ന് പറയാം. ആൻഡ് മേക്ക് ദ ഡെപ്ത് ഓഫ് ദ ചാംഫർ ഈക്വൽ ടു ദ പിച്ച് ഓഫ് ദ ത്രെഡ്. അപ്പോൾ ത്രെഡിൻ്റെ പിച്ച് നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും ഡെപ്തിലായിരിക്കണം നമ്മൾ ചാംഫർ ചെയ്യേണ്ടത്. എബൌട്ട് 1.5 mm ഫോർ ദ കോൺഡ്യൂട്ടിനാണെങ്കിൽ ഒരു 1.5 mm ലെങ്ത്തിൽ ചാംഫർ ചെയ്യണം. സ്ലോപ്പ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 1.5 mm ആയിരിക്കണം. അപ്ലൈ എ ലൂബ്രിക്കൻറ്റ് ഫ്രീക്വൻ്റ്ലി വൈൽ ത്രെഡിങ് ദ കോൺഡ്യൂട്ട് പൈപ്പ് ത്രെഡ് ചെയ്യുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീക്വൻ്റ്ലി ലൂബ്രിക്കൻറ്റ് അപ്ലൈ ചെയ്യണം. ഇറ്റ് ഹെൽപ്സ് ദ ഡൈ ടു കട്ട് മോർ ഈസിലി ആൻഡ് ദ ഡൈ ടു സ്റ്റേ ഷാർപ്പ്. നമുക്ക് ഡൈ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കട്ട് ചെയ്യാനും ഷാർപ്പായിട്ട് കട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ലൂബ്രിക്കൻ്റ്. അവിടെ അങ്ങനെ ഫ്രീക്വൻ്റ്ലി അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും കട്ട് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ചെക്ക് വെദർ സ്റ്റോക്ക് ഈസ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ പൈപ്പ് ആക്സിസ്. സ്റ്റോക്ക് പൈപ്പ് ആക്സിസിന് റൈറ്റ് ആംഗിൾ ആയിട്ടാണോ വെച്ചിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യണം. റിവേഴ്സ് ടേണിങ്സ് ഓഫ് ദി ഡൈ സ്റ്റോക്ക് ആർ നെസസറി ടു ബ്രേക്ക് ഓഫ് കട്ട് ചിപ്സ് ആൻഡ് ടു ക്ലിയർ ദി കട്ടിംഗ് എഡ്ജസ് ഓഫ് ദ ഡൈ. ഡൈ സ്റ്റോക്കിൻ്റെ റിവേഴ്സ് എഡ്ജസ് എപ്പോഴും എന്തായിരിക്കണം, കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചിപ്സിനെ അതെന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്ത് കളയണം. അപ്പോൾ റിവേഴ്സ് ടേണിങ്സ് ഓഫ് ദ ഡൈ സ്റ്റോക്ക് ആർ നെസസറി ടു ബ്രേക്ക് ഓഫ് ദി കട്ട് ചിപ്സ്. അപ്പോൾ ഡൈ സ്റ്റോക്കിൻ്റെ റിവേഴ്സ് ടേണിങ്സ് അത്യാവശ്യമാണ്. എന്തിനാണ് റിവേഴ്സ് ടേണിങ്സ് കൊടുക്കുന്നത്? റിവേഴ്സ് ടേണിങ്സ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചിപ്സിനെ ബ്രേക്ക് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ടു ക്ലിയർ ദ കട്ടിംഗ് എഡ്ജസ് ഓഫ് ദ ഡൈയിൻ്റെ കട്ടിംഗ് എഡ്ജസ് ക്ലിയർ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് റിവേഴ്സ് ടേണിങ്സ് ഓഫ് ദ ഡൈ സ്റ്റോക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. യൂസ് ഓൺലി എ ബ്രഷ് ടു റിമൂവ് ദ മെറ്റൽ ബേഴ്സ് ഫ്രം ദി ഡൈ. ഡൈയിൻ്റെ മേലെ നിന്നും മെറ്റൽ ബേഴ്സ്, ആ ലാസ്റ്റ് ഉണ്ടാകുന്ന വേസ്റ്റൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്രഷ് മാത്രം യൂസ് ചെയ്യാം. ഡു നോട്ട് യൂസ് യുവർ ഹാൻഡ് ഉപയോഗിച്ച് ചെയ്യരുത്. കാരണം അവിടെ ഷാർപ്പ് എഡ്ജസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൈ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് ബ്രഷ് ഉപയോഗിച്ചിട്ട് മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കോൺഡ്യൂട്ട് ആക്സസറീസ്. മെറ്റൽ കോൺഡ്യൂട്ടിൽ വരുന്ന ആക്സസറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജോയിനിങ് ഓഫ് കോൺഡ്യൂട്ട്സ് ഈസ് ഡൺ ബൈ മീൻസ് ഓഫ് കോൺഡ്യൂട്ട് കപ്ലേഴ്സ്. നമ്മൾ രണ്ട് കോൺഡ്യൂട്ടിന് തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യാറുള്ളത്? കോൺഡ്യൂട്ട് കപ്ലർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. രണ്ട് ടൈപ്പ് ഓഫ് കപ്ലറാണ് റിജിഡ് മെറ്റൽ കോൺഡ്യൂട്ട്സിന് സാധാരണ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ക്രൂഡ് കപ്ലേഴ്സ്. കപ്ലറിൻ്റെ അകത്ത് ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. കപ്ലറിൻ്റെ രണ്ട് കോൺഡ്യൂട്ടിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കപ്ലറിൻ്റെ അകത്താണ് സ്ക്രൂഡ് ത്രെഡ് കൊടുത്തിട്ടുള്ളത്. ഓൾസോ കോൾഡ് ആസ് റണ്ണിങ് കപ്ലേഴ്സ്. അതിന് റണ്ണിങ് കപ്ലേഴ്സ് എന്നും കൂടെ പറയും. മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ ഹാവിങ് ഫീമെയിൽ ത്രെഡ്സ് ഇൻസൈഡ്. കാസ്റ്റ് അയൺ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫീമെയിൽ ത്രെഡ് എവിടെയായിരിക്കും? അതിൻ്റെ കപ്ലറിൻ്റെ അകത്തായിട്ടായിരിക്കും. നോ ത്രെഡഡ് പോർഷൻ ഈസ് വിസിബിൾ ഔട്ട്സൈഡ് ഫോർ ദ കോൺഡ്യൂട്ട് കപ്ലർ അസംബ്ലി ടു അവോയ്ഡ് ദ കൊറോഷൻ. അതിൻ്റെ ത്രെഡഡ് പോർഷൻ ഒരിക്കലും പുറത്തേക്ക് കാണിക്കാറില്ല. അത് ഈ കോൺഡ്യൂട്ട് കപ്ലറിൻ്റെ ത്രെഡഡ് പോർഷൻ്റെ അകത്തേക്ക് നമ്മൾ ഈ കോൺഡ്യൂട്ടിൻ്റെ ത്രെഡഡ് പോർഷൻ കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കപ്ലിംഗ് അസംബ്ലി ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന അതിൻ്റെ ആ ഒരു കപ്ലർ അസംബ്ലി എന്ന് പറയുന്നതിന് ഒരിക്കലും നമുക്ക് ത്രെഡ് എന്ത് ചെയ്യില്ല, പുറത്തേക്ക് വിസിബിൾ ആവില്ല. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊറോഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. മേക്സ് ദ ജോയിൻറ്റ് മെക്കാനിക്കലി വീക്കർ ആൻഡ് ഇലക്ട്രിക്കലി നോൺ കണ്ടിന്യൂസ്. അപ്പോൾ ഈ ജോയിൻ്റ് എന്തായിരിക്കും? മെക്കാനിക്കലി വീക്കറാവും ആൻഡ് ഇലക്ട്രിക്കലി നോൺ കണ്ടിന്യൂസ് ആണ്. ചെക്ക്നെറ്റ് ആൻഡ് റണ്ണിങ് കപ്ലർ. നെക്സ്റ്റ് വൺ ഏതാണ്? നെക്സ്റ്റ് ടൈപ്പ് ഓഫ്, ആദ്യം പറഞ്ഞത് സ്ക്രൂഡ് കപ്ലർ ആയിരുന്നു. നെക്സ്റ്റ് വൺ ചെക്ക്നെറ്റ് ആൻഡ് റണ്ണിങ് കപ്ലറാണ്. ചെക്ക്നെറ്റും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ റണ്ണിങ് കപ്ലറും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഒരു അസംബ്ലിയാണിത്. വൺ ഓഫ് ദി കോൺഡ്യൂട്ട്സ് ഷുഡ് ഹാവ് ലോങ്ങർ ത്രെഡ്സ് ടു ഫുള്ളി അക്കോമഡേറ്റ് ദ കപ്ലർ. നേരത്തെ പറഞ്ഞ കേസിൽ എങ്ങനെയായിരുന്നു? രണ്ട് കോൺഡ്യൂട്ടിലും ഒരേ ലെങ്ത്തിലായിരുന്നു നമ്മൾ ത്രെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫിഗറിനകത്ത് കാണാം, രണ്ട് കോൺഡ്യൂട്ട് ഉപയോഗിച്ചിട്ട് രണ്ട് കോൺഡ്യൂട്ടിനെയാണ് നമുക്ക് കപ്ലർ ചെയ്യേണ്ടത്. ആ രണ്ട് കോൺഡ്യൂട്ടിനും ഏകദേശം ഒരേ ലെങ്ത്തിലാണ് ത്രെഡിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ കേസിലാണെങ്കിൽ ഒരു പൈപ്പിന് നമ്മൾ കണക്ട് ചെയ്യേണ്ട ഒരു കോൺഡ്യൂട്ടിന് ത്രെഡിങ് കുറച്ച് കൂടുതൽ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ടാവും. കപ്ലർ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ലെങ്ത്തിലായിരിക്കും അവിടെ ത്രെഡിങ് കൊടുത്തിട്ടുണ്ടാവുക. അതർ കോൺഡ്യൂട്ട് ഷുഡ് ഹാവ് ത്രെഡ്സ് ടു ലെങ്ത്ത് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ ലെങ്ത്ത് ഓഫ് ദ കപ്ലർ. മറ്റേ കോൺഡ്യൂട്ടിനാണെങ്കിലോ കപ്ലറിൻ്റെ ലെങ്ത്തിൻ്റെ പകുതി ലെങ്ത്ത്, ഹാഫ് ഓഫ് ദ ലെങ്ത്ത് ഓഫ് ദ കപ്ലർ കോൺഡ്യൂട്ട് ത്രെഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇത് എങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യണത്? ആദ്യമേ ആ ലോങ് ലെങ്ത്തുള്ള കോൺഡ്യൂട്ടിലേക്ക് നമ്മൾ ആദ്യം
ചെക്ക് നെട്ട് എന്ന് പറയുന്നത് ഹെക്സഗണൽ ഷേപ്പിലുള്ള നട്ടാണ്. ചെക്ക് നെറ്റാണ് ആദ്യം കടത്തിവിടുന്നത്. ചെക്ക് നെറ്റ് കടത്തിവിട്ടതിൻ്റെ ശേഷം അതിനകത്തേക്ക് നമ്മുടെ കപ്ലർ സ്ക്രൂ ചെയ്ത് കൊടുക്കുക. കപ്ലർ സ്ക്രൂ ചെയ്തതിൻ്റെ ശേഷം പിന്നെയാണ് രണ്ടാമത്തെ ഷോർട്ട് ത്രെഡ് ടൈപ്പ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഫിക്സ് ചെയ്യണത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റിൽ എന്തായിരിക്കും, കുറച്ച് പോർഷൻ ആ ലോങ് ത്രെഡഡ് ആയിട്ടുള്ള കോൺഡ്യൂട്ടിൻ്റെ കുറച്ച് പോർഷൻ എന്ത് ചെയ്യും, അവിടെ ആ ത്രെഡിങ് പുറത്തേക്ക് വിസിബിളായിരിക്കും. അപ്പോൾ ത്രെഡിങ് പുറത്തേക്ക് വിസിബിളായി കഴിഞ്ഞാൽ കൊറോഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ ചെയ്യണത്, ഒരു ജെറ്റ് ബ്ലാക്ക് ഇനാമൽ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ആ ലോങ് ത്രെഡഡ് കോൺഡ്യൂട്ടിൻ്റെ വിസിബിളായിട്ടുള്ള ത്രെഡിങ് പോർഷനെ പെയിൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ട്സിന് സാധാരണ യൂസ് ചെയ്യാറുള്ള സ്പ്ലിറ്റ് കപ്ലിങ്സ് ആണ്. ഇനി നമ്മൾ ചെയ്തത് എന്തായിരുന്നു, മെറ്റൽ റിജിഡ് കോൺഡ്യൂട്ട്സ് ആയിരുന്നു. ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ട്സ് ആണെങ്കിൽ ഇതുപോലെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് പോലത്തെ ഒരു സ്പ്ലിറ്റ് കപ്ലിങ്സ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത്. സ്പ്ലിറ്റ് കപ്ലിംഗ് എന്ന് പറയുമ്പം അതിനെ ഇങ്ങനെ നട്ട് ചെയ്തിട്ട് തുറക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അതിനകത്ത് കയറ്റി വയ്ക്കില്ല, അത് ആ കപ്ലർ അവിടെ കൊണ്ടുവച്ചിട്ട് സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യുന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അതും രണ്ട് രീതിയിൽ അവൈലബിൾ ആണ്. അത് രണ്ട് ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ടിന് തമ്മിൽ ഫിക്സ് ചെയ്യാനുള്ളത്, കപ്പിൾ ചെയ്യാനുള്ളതാണ് ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ ഒരു മെറ്റൽ കോൺഡ്യൂട്ടും അല്ലെങ്കിൽ ഒരു റിജിഡ് കോൺഡ്യൂട്ടും ഇതിനൊരു ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ടും. ഒന്ന് ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ടാണ്, മറ്റേത് റിജിഡ് കോൺഡ്യൂട്ടാണ്. അങ്ങനത്തെ രണ്ടെണ്ണം തമ്മിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതും കാണിച്ചിട്ടുണ്ട്. അപ്പം റിജിഡ് കോൺഡ്യൂട്ടിനകത്ത് നമ്മൾ സ്ക്രൂ ചെയ്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. മറ്റേതിലാണെങ്കിൽ ഓൾറെഡി അതിനുള്ള ഒരു സ്ലാൻഡിങ്ങും ത്രെഡിങ്ങും മാത്രമാണ് ഉണ്ടാവുക. ഇനി നെക്സ്റ്റ് ആയിട്ട് പറയുന്ന ആക്സസറീസ് എന്ന് പറയുന്നത് മെറ്റൽ കോൺഡ്യൂട്ട് ബോക്സസ് ആണ്. ടെർമിനേഷൻ ഓഫ് റിജിഡ് കോൺഡ്യൂട്ട് ഇറ്റ്സ് ഡൺ അറ്റ് മെറ്റൽ കോൺഡ്യൂട്ട് ബോക്സസ് ഓഫ് ഐദർ കാസ്റ്റ് അയൺ ഓർ ഷീറ്റ് മെറ്റൽ. അപ്പോൾ നമ്മൾ മെറ്റൽ കോൺഡ്യൂട്ടിനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബോക്സസ്, അതായത് മെറ്റൽ കോൺഡ്യൂട്ട്സ് അല്ലെങ്കിൽ റിജിഡ് കോൺഡ്യൂട്ട്സിൻ്റെ ടെർമിനേഷന് വേണ്ടിയിട്ട് അത് വന്ന് എൻഡ് ചെയ്തിട്ട് കോൺഡ്യൂട്ട്സ് എൻഡ് ചെയ്യുന്ന പോർഷനിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ടാവും, മെറ്റൽ കോൺഡ്യൂട്ട് ബോക്സസ് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഒന്നുകിൽ കാസ്റ്റ് അയണിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഷീറ്റ് മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ ബോക്സസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അത് പല ഷേപ്പിലും പല സൈസിലും ബോക്സസ് എന്ത് ചെയ്യാണ് കൊമേഴ്സിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാസ്റ്റ് അയണിൻ്റെ 20 mm 3-way റൗണ്ട് ടീ എന്ന് പറയുന്നത് എൻ്റെ എക്സാമ്പിളാണ്. റൗണ്ടായിട്ട് ടി ഷേപ്പിൽ, അതായത് 3 ടെർമിനലായിരിക്കും അതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. 3 ജംഗ്ഷൻ ഉണ്ടാവും, 3 കോൺഡ്യൂട്ട്സ് അതിനകത്തേക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും. അതിനെയാണ് 3-way എന്ന് പറയുന്നത്. കാസ്റ്റ് അയൺ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. 20 mm ഡയുള്ള റൗണ്ട് ടീ ആണത്. അതിൻ്റെ ഫുൾ എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സം ഓഫ് ദ പോപ്പുലർ ടൈപ്സ് ഓഫ് ഔട്ട്ലെറ്റ് ബോക്സസ്, ഔട്ട്ലെറ്റിൽ ആ കോൺഡ്യൂട്ട് വന്ന് ചേർന്നിട്ട് ആ കോൺഡ്യൂട്ടിൽ നിന്നും വയർ നമുക്ക് പുറത്തേക്ക് എടുക്കാനുള്ള ഔട്ട്ലെറ്റ് ബോക്സസ് ആണ്. ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് ഔട്ട്ലെറ്റ് ബോക്സസ്, ദെൻ സീലിംഗ് ബോക്സസ്, വാൾ ബോക്സസ്, ദെൻ ഇതാണ് നെക്സ്റ്റ് വൺ സീലിംഗ് ബോക്സ് ഉണ്ട്. താഴെ നമുക്ക് വാൾ ബോക്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് ബോക്സസ് ഉണ്ട്. സർക്കുലർ ബോക്സസ് ഇന്ന് സിംഗിൾ ലൈൻ ഡയഗ്രത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സർക്കുലർ റൗണ്ട് ബോക്സസിൻ്റെയൊക്കെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് കോൺഡ്യൂട്ടിൻ്റെ ഔട്ട്ലെറ്റ് ബോക്സ് ആണ്. ഔട്ട്ലെറ്റ് ബോക്സ് കണ്ടോ, നമുക്ക് സർക്കുലർ 4-wayയിലുള്ള റൗണ്ട് ഔട്ട്ലെറ്റ് പോസിബിൾ ആണ്. അതുപോലെ ത്രൂ ഉണ്ട്, ആംഗിൾ ഉണ്ട്. ആംഗിൾ എന്ന് പറയുമ്പോൾ 2 വേ ആണ് അതിനകത്ത് കാണിക്കുന്നത്. ദെൻ ടീ തന്നെ റൗണ്ടിലും ഉണ്ടാവും സ്ക്വയറിലും ഉണ്ടാവും. ടീ എന്ന് പറയുമ്പോൾ അതിനെപ്പോഴും 3 ടെർമിനൽസ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് വൺ സീലിംഗിലാണെങ്കിൽ കോൺഡ്യൂട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ളത്. അതുപോലെ മെറ്റൽ ബോക്സസ് ഫോർ ദി കോൺഡ്യൂട്ട് വയറിങ്ങിന് കൊടുക്കുന്ന മെറ്റൽ ബോക്സസും അവൈലബിൾ ആണ്. ഇത് സ്വിച്ച് ബോർഡിന് വേണ്ടിയിട്ടുള്ള മെറ്റൽ ബോക്സ് ആണ്. ഇതൊക്കെ നമ്മൾ സിംഗിൾ ലൈൻ ഡയഗ്രത്തിനകത്ത് യൂസ് ചെയ്യുന്ന റൗണ്ട് ബോക്സസിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് ഡയഗ്രാംസ് ആണ്. ജസ്റ്റ് ടെർമിനൽ ചെയ്യാനുള്ളത് മാത്രമാണെങ്കിൽ ഒരു വേ മാത്രമായിട്ട് കാണിച്ചിട്ടുണ്ട്, സ്റ്റോപ്പ് ആൻഡ് ത്രൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൂടെ കടന്നു പോകുന്നത്. അപ്പോൾ 2 വേ ഉണ്ടായിരിക്കും. ടീ ആണെങ്കിൽ 3 എണ്ണം. അപ്പം അങ്ങനെ പല ടൈപ്പ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇനി ലോക്ക് നട്ട്സ് നമ്മൾ എന്താ നേരത്തെ പറഞ്ഞു, അത് ഫിക്സ് ചെയ്യാനും മുറുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഹെക്സഗണൽ ഷേപ്പിലുള്ള നട്ട്സാണ് ഇത് ലോക്ക് നട്ട്സ്. ഹെക്സഗണൽ ലോക്ക് നട്ട്സ് ആർ യൂസ്ഡ് വിത്ത് ദ കോൺഡ്യൂട്ട് ടെർമിനേഷൻസ് ടു മേക്ക് ദ ടെർമിനേഷൻസ് മെക്കാനിക്കലി സ്ട്രോങ് ആൻഡ് ഇലക്ട്രിക്കലി കണ്ടിന്യൂസ്. അപ്പോൾ നമ്മൾ ഈ കോൺഡ്യൂട്ടിനെ ബോക്സസിലേക്കും അങ്ങനെ അതിൽ കപ്ലിങ്ങിലൊക്കെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് അതിനെ മെക്കാനിക്കലി സ്ട്രോങ് ആക്കാനും അതുപോലെ ഇലക്ട്രിക്കലി അതിനെ കണ്ടിന്യൂസ് ആയിട്ട് നിർത്താനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹെക്സഗണൽ ലോക്ക് നട്ട്സ് നമ്മൾ ടെർമിനേഷൻസിൽ യൂസ് ചെയ്യാറുള്ളത്, അത് എൻഡ് ചെയ്യുന്ന പോർഷനിൽ. ദെൻ നെക്സ്റ്റ് വൺ കോൺഡ്യൂട്ട് ബുഷിങ്സ്. ദീസ് ആർ മെയ്ഡ് ഫ്രം ബ്രാസ് ഓർ മാലിയബിൾ അയൺ ഓർ PVC ആൻഡ് ഹാവ് എ സ്മൂത്ത് ലാർജ് റേഡിയസ് എഡ്ജ്. കോൺഡ്യൂട്ട് ബുഷിങ്സ്
എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ബ്രാസോ മാലിയബിൾ അയണോ അല്ലെങ്കിൽ PVC കൊണ്ടാണ് കോൺഡ്യൂട്ട് ബുഷിങ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ റേഡിയസ് ലാർജ് റേഡിയസ് ആയിരിക്കും മിക്കവാറും. അതിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കും. ടു പ്രൊട്ടക്ട് ദ കേബിൾ ഇൻസുലേഷൻ ഫ്രം ഗെറ്റിംഗ് ഡാമേജ്ഡ് ഡ്യൂറിങ് ദ ഡ്രോയിങ് ഓഫ് കേബിൾ. കേബിൾ വലിക്കുന്ന സമയത്തേക്ക് കേബിളിൻ്റെ ഇൻസുലേഷൻ ഡാമേജ് ആയി പോവാതിരിക്കാൻ വേണ്ടി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടി വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ കോൺഡ്യൂട്ട് ബുഷസ് യൂസ് ചെയ്യാറുണ്ട്. ടു ഗീവ് എ പ്രോപ്പർ ഗ്രിപ്പ് മെക്കാനിക്കലി ആൻഡ് മേക്ക് ദ കോൺഡ്യൂട്ട് ഇലക്ട്രിക്കലി കണ്ടിന്യൂസ് ഇൻ ദ ഇൻസുലേഷൻ. അപ്പോൾ അതിനകത്ത് പ്രോപ്പർ മെക്കാനിക്കലി അതിനൊരു പ്രോപ്പർ ഗ്രിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇലക്ട്രിക്കലി ആ കോൺഡ്യൂട്ടിനെ കണ്ടിന്യൂസ് ആക്കാൻ വേണ്ടിയിട്ടും, കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അതിന് പ്രോപ്പർ എർത്ത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റലേഷൻസ് ചെയ്യുന്ന സമയത്തേക്ക് പ്രോപ്പർ എർത്തിങ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിന് ഇലക്ട്രിക്കലി അത് കണ്ടിന്യൂസ് ആവാനും കൂടെ വേണ്ടിയിട്ടാണ് കോണ്ടാക്ട് ബുഷിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. Contact nipples are provided in the conduit termination along with the couplers and they serve the same purpose as the conduit bushes. കോൺഡ്യൂട്ട് നിപ്പിൾസും ഇതുപോലെ കപ്ലറിൻ്റെ കൂടെ ഉപയോഗിക്കാറുണ്ട് ടെർമിനേഷനിൽ. അത് കോൺഡ്യൂട്ട് ബുഷസിൻ്റെ അതേ ഫംഗ്ഷൻ തന്നെയാണ് കോൺഡ്യൂട്ട് നിപ്പിൾസും ചെയ്യുന്നത്. ഫിഗറിൽ ഫസ്റ്റ് വൺ ലോക്ക് നെറ്റ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പൈപ്പ് ത്രെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ കോൺഡ്യൂട്ട് ബുഷിങ്സ് ആണ് റൈറ്റ് സൈഡിൽ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിംഗർ ഗ്രിപ്പ്, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഫിംഗർ ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ പ്രൊജക്ഷൻ ഫോർ ദി ഗ്രിപ്പിങ്ങിനുള്ള പ്രൊജക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. ഉള്ളിൽ ത്രെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലാർജ് റേഡിയസ് ആയിട്ടുള്ള റൗണ്ടഡ് എഡ്ജാണ് അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഇനി താഴെ അതിൻ്റെ ഒരു കോൺഡ്യൂട്ട് ബോക്സ് അസംബ്ലിയാണ്. നമ്മൾ ഈ കോൺഡ്യൂട്ടിനെ ഈ ചെക്ക് നട്ട് അതുപോലെ ബുഷിങ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു മെറ്റൽ ബോക്സിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തെ അതിൻ്റെ ലാസ്റ്റ് അപ്പിയറൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഔട്ട്ലെറ്റ് ബോക്സ് ആണ് സ്ക്വയറിൽ കാണിക്കുന്നത്. 2 ലോക്ക് നെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അകത്തും സൈഡിലുമായിട്ട് 2 ലോക്ക് നെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഇൻസുലേറ്റിംഗ് ബുഷിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എർത്ത് വയർ അതിൻ്റെ കൂടെ ആ കോൺഡ്യൂട്ടിലേക്ക് എർത്ത് വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ കോൺഡ്യൂട്ട് ഫിറ്റിംഗ്സ് ലൈക്ക് എൽബോ, ബെൻഡ് ആൻഡ് ടി. അടുത്തതായിട്ട് കോൺഡ്യൂട്ട് ഫിറ്റിംഗ്സിൽ വരുന്ന നെക്സ്റ്റ് പാർട്സ് ആക്സസറീസ് ഏതൊക്കെയാണ്? എൽബോ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ ബെൻസ് ഉപയോഗിക്കാറുണ്ട്, ടീസ് ഉപയോഗിക്കാറുണ്ട്. ഓൾ ദീസ് ഫിറ്റിംഗ്സ് ആർ അവൈലബിൾ ഇൻ ദ 2 കാറ്റഗറീസ്. ഇതെല്ലാം 2 കാറ്റഗറിയിൽ അവൈലബിൾ ആണ്. നോർമൽ ടൈപ്പ് ഉണ്ട്, ഇൻസ്പെക്ഷൻ ടൈപ്പ് ഉണ്ട്. നോർമൽ എന്ന് പറയുമ്പോൾ അങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കതിനെ സ്ക്രൂ ചെയ്ത് മുറുക്കുന്നതാണ് ഊരാൻ പറ്റുന്ന ടൈപ്പ്. ആൻഡ് ദേ ആർ മെയ്ഡ് ഫ്രം കാസ്റ്റ് അയൺ കൊണ്ടാണ് ഉണ്ടാക്കാറുള്ളത്. എൽബോസ് ആർ സ്യൂട്ടബിൾ ഫോർ ഷോർട്ട് ബെൻസ് വെറാസ് ബെൻസ് ആർ സ്യൂട്ടബിൾ ഫോർ ലോങ് ബെൻഡ്. എൽബോസ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത് ഷോർട്ടായിട്ടുള്ള ബെൻഡിലാണ് എൽബോസ് യൂസ് ചെയ്യാറുള്ളത്. ലോങ് ബെൻഡുകൾക്ക് എപ്പോഴും ബെൻസാണ് ഉപയോഗിക്കാറുള്ളത്. when a conduit runs between the wall and ceiling, elbows are used. ഒരു വാളും അല്ലെങ്കിൽ ഒരു സീലിങ്ങും, ഒരു വാളിൽ നിന്നും മറ്റൊരു സീലിങ്ങിലേക്കോ അല്ലെങ്കിൽ സീലിങ്ങിൽ നിന്ന് വാളിലേക്കോ കോൺഡ്യൂട്ട് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് റൈറ്റ് ആംഗിളിൽ അതിനകത്ത് ഇരിക്കണ്ടേ, അങ്ങനെയാണെങ്കിൽ എൽബോ ആണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ടീസ് ആർ യൂസ്ഡ് ഇൻ ദ സ്വിച്ച് ഡ്രോപ്സ് ആൻഡ് ഡൈവേർഷൻസ്. സ്വിച്ച് ഡ്രോപ്പിലും അതുപോലെ ഡൈവേർഷൻസ് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ടീസ് ഉപയോഗിക്കാറുള്ളത്. കോൺഡ്യൂട്ട് സാഡിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ ഒരു കോൺഡ്യൂട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കോൺഡ്യൂട്ട് സാഡിൽസ്. അതിന് ഇടയ്ക്കിടയ്ക്ക് ഒരു ഇൻ്റർവെല്ലിലായിട്ട് നമ്മൾ വയറിങ്ങിൻ്റെ ഇടയ്ക്ക് കോൺഡ്യൂട്ട് സാഡിൽസ് ഉപയോഗിക്കാറുണ്ട്. ഈസ് യൂസ്ഡ് ടു ഫാസ്റ്റൻ ദി കോൺഡ്യൂട്ട്സ് ഓൺ ദ സർഫസ് ഓഫ് ദ വാൾസ്. വാൾ സർഫസിൻ്റെ മേലെ കോൺഡ്യൂട്ടിനെ ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കോൺഡ്യൂട്ട് സാഡിൽസ്. യൂസ്ഡ് അലോങ് വിത്ത് എനി വൺ ഓഫ് ദ ഫോളോയിങ് ബേസസ്. ഏതെങ്കിലും ഒരു ബേസ് ഉപയോഗിച്ചിട്ടാണ് അത് സാധാരണ ഫിക്സ് ചെയ്യാറുള്ളത്. ഡയറക്റ്റ് വാളിലേക്ക് വെക്കുകയല്ല, ഒരു ബേസ് വെച്ചിട്ട് ആ ബേസിൻ്റെ മേലെ നമ്മൾ ആ ബേസിനൊരു ഗ്രൂവ് ഉണ്ടാവും. ആ ഗ്രൂവിലൂടെ നമ്മൾ കോൺഡ്യൂട്ട് കടത്തി വിട്ടിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ക്ലിപ്പ് ചെയ്തിട്ട് പിടിപ്പിക്കുന്നത്. സ്പേസേഴ്സ് ആർ മെയ്ഡ് ഫ്രം ഷീറ്റ് മെറ്റൽ. പല കേസാണുള്ളത്. ഒന്നുകിൽ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ ഒരെണ്ണം സ്പേസേഴ്സ് മെയ്ഡ് ഫ്രം ഷീറ്റ് മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതായത് ഡിസ്റ്റൻസ് പീസ് മെയ്ഡ് ഫ്രം വുഡ് ഓർ PVC. വുഡ് കൊണ്ടോ PVC കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡിസ്റ്റൻസ് പീസ്. തന്നെ ഹോസ്പിറ്റൽ പീസ് മെയ്ഡ് ഫ്രം വുഡ് ഓർ PVC ഉണ്ടാക്കിയിട്ടുള്ള ഹോസ്പിറ്റൽ പീസ്. അങ്ങനെ ഏത് വെറൈറ്റിയിൽ വേണമെങ്കിലും നമുക്ക് സാഡിൽസിൻ്റെ ബേസ് ആയിട്ട് യൂസ് ചെയ്യാം. ദെൻ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ബെൻഡിങ്. നെക്സ്റ്റ് ഒരു കോൺഡ്യൂട്ട് പൈപ്പിൽ നമുക്ക് ബെൻഡിങ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇപ്പം ആ ഒരു കോൺഡ്യൂട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻസ്, ഒരു ബീമോ അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും റൗണ്ടഡ് ഒബ്ജക്ട്സ് എന്തെങ്കിലും നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അകത്തുണ്ടെങ്കിലോ അല്ലെങ്കിൽ വാളിൻ്റെ മേലെ ഉണ്ടെങ്കിലും അതിന് കടക്കണം എന്നുണ്ടെങ്കിൽ ഒരു പില്ലറോ ഒരു ബീമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ആ ഒരു ഒബ്സ്ട്രക്റ്റിനെ മറികടന്ന് കോൺഡ്യൂട്ട് പോകണം എന്നുണ്ടെങ്കിൽ മെറ്റൽ പൈപ്പിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ബെൻഡ് ചെയ്യണം. ആദ്യമേ അതിനെ ബെൻഡ് ചെയ്ത് വെക്കണം. ബെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു എനേബിൾ ദ കോൺഡ്യൂട്ട് ടു പാസ് ഓവർ ആൻ ഒബ്സ്ട്രക്ഷൻ. ഒരു ഒബ്സ്ട്രക്ഷൻ്റെ മേലെ കൂടെ ആ പൈപ്പിന് അല്ലെങ്കിൽ കടന്നു പോകണം എന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം? നമ്മൾ ബെൻഡ് ചെയ്ത് കൊടുക്കണം.
ടു ടേൺ എ കോർണർ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ മോർ ദാൻ 90 ഡിഗ്രി. അല്ലെങ്കിൽ ഒരു കോർണർ കടക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വാളിലൂടെ റൺ ചെയ്യുന്ന പൈപ്പാണ്, അതിന് നേരെ സീലിംഗിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 90 ഡിഗ്രിയിലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഒക്കെ ആയിട്ട് കുറവോ ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, തിരിയേണ്ടി വരും. അപ്പോൾ അങ്ങനെ തിരിയാനൊക്കെ വേണ്ടി നമ്മൾ ബെൻഡിങ് പ്രൊവൈഡ് ചെയ്യണം. അതിൻ്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ബെൻഡിങ് ബ്ലോക്കുകൾ ഉപയോഗിക്കാം എന്ന് പറയുന്നത്. ദ ബെൻഡിങ് ബ്ലോക്ക് ഈസ് മെയ്ഡ് വിത്ത് ടീക്ക് വുഡ് ഓർ സ്ട്രോങ്ലി കൺട്രി വുഡ്. ഒരു സ്ട്രോങ് കൺട്രി വുഡ് അല്ലെങ്കിൽ ടീക്ക് വുഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ബെൻഡിങ് ബ്ലോക്ക് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഷുഡ് ഹാവ് ഹോൾസ് സ്യൂട്ടബിൾ ഫോർ ദ കോൺഡ്യൂട്ട് ടു ബി ബെൻഡ്. അപ്പോൾ കോൺഡ്യൂട്ട് ബെൻഡ് ചെയ്യാൻ സൂട്ടബിൾ ആയിട്ടുള്ള ഹോൾസ് അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്, ആ ഹോളിലൂടെ പൈപ്പിനെ കടത്തി വിട്ടിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലൈറ്റ് ഗേജ് കോൺഡ്യൂട്ട്സ് നീഡ് ടു ബി ഫിൽഡ് വിത്ത് സാൻഡ് ആൻഡ് ഹീറ്റഡ് ബിഫോർ ബെൻഡിങ് ടു ഹാവ് സ്മൂത്ത് ബെൻഡ്. ലൈറ്റ് ഗേജുള്ള കോൺഡ്യൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അതിന് സാൻഡ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ ബെൻഡ് ചെയ്യുന്നതിന് മുമ്പേ. എന്നാൽ മാത്രമേ അതിനെ കറക്റ്റായിട്ട് നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ യൂസിങ് ഹിക്കി ഫോർ ബെൻഡിങ് കോൺഡ്യൂട്ട്സ്. നെക്സ്റ്റ് കോൺഡ്യൂട്ട്സ് ബെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റാണ് ഹിക്കി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഫോർജ്ഡ് സ്റ്റീൽ ഓർ അലോയ് സ്റ്റീൽ. ഫോർജ്ഡ് സ്റ്റീൽ അല്ലെങ്കിൽ അലോയ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഹിക്കി ഉണ്ടാക്കാറുള്ളത്. എ പെർട്ടിക്കുലർ സൈസ് ഓഫ് പൈപ്പ് റിക്വയേഴ്സ് ദാറ്റ് സൈസ് ഓഫ് ഹിക്കി. ഈ ഹിക്കി എന്ന് പറയുന്നത് ഓരോ പൈപ്പിനും, ഇപ്പം 1.5 mm ആണെങ്കിൽ അല്ലെങ്കിൽ 1.5 cm അങ്ങനെ ഏതെങ്കിലും ഒരു സൈസിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള പൈപ്പിന് അതാത് സൈസിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഹിക്കി അവൈലബിൾ ആണ്. ഏതെങ്കിലും ഹിക്കി നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ തന്നെയായിരുന്നു, നമ്മൾ ആ ഒരു വുഡൻ ബ്ലോക്കിന് പ്രോപ്പറായിട്ടുള്ള ഹോൾസാണ് അവിടെ മെയ്ഡ് ചെയ്യാറുള്ളത്. ആൻഡ് ദ ബെൻഡിങ് ഓഫ് പൈപ്സ് കുഡ് ബി പെർഫോംഡ് കോൾഡ് ഓർ ഹോട്ട് ബൈ യൂസിങ് എ ഹിക്കി. ഈ കേസ് നമുക്ക് നേരത്തെ എന്തായിരുന്നു, ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കണമായിരുന്നു. ഇവിടെ കോൾഡിലോ അല്ലെങ്കിൽ ഹോട്ടിലോ രണ്ട് കണ്ടീഷനിൽ നമുക്ക് പൈപ്പിനെ ബെൻഡ് ചെയ്യാൻ സാധിക്കും ഹിക്കി ഉപയോഗിച്ചിട്ടാണെങ്കിൽ. ദെൻ യൂസിങ് ബെൻഡിങ് മെഷീൻ ഫോർ ബെൻഡിങ് കോൺഡ്യൂട്ട്. ദെൻ കോൺഡ്യൂട്ട് ബെൻഡ് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് യൂസ് ചെയ്യുന്നൊരു മെഷീനാണ് ബെൻഡിങ് മെഷീൻ. നമുക്ക് യൂസ് ചെയ്യാം. വേരിയസ് ടൈപ്സ് ഓഫ് ബെൻഡിങ് മെഷീൻസ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ വേരിയസ് ടൈപ്സ് ഓഫ് ബെൻഡിങ് മെഷീൻസ് അവൈലബിൾ ആണ്. ഒന്നുകിൽ നമ്മൾ കൈ ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഹൈഡ്രോളിക് പ്രഷർ ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതും. രണ്ട് രീതിയിലുള്ള ബെൻഡിങ് മെഷീനും അവൈലബിൾ ആണ്. ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് കൈ ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ബെൻഡിങ് മെഷീനാണ്. ഫോർ ഈച്ച് സൈസ് ഓഫ് കോൺഡ്യൂട്ട്, ഓരോ കോൺഡ്യൂട്ടിനും ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺഡ്യൂട്ടിൻ്റെ പ്രോപ്പർ സൈസിന് വേണ്ടിയിട്ടല്ല ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ കേസിൽ വുഡൻ ബ്ലോക്കും അതുപോലെ ഹിക്കിയും ഒരു പെർട്ടിക്കുലർ ഡയമീറ്ററിലുള്ള പൈപ്പിന് ഫിക്സ്ഡ് ആയിരുന്നു. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. അതിൻ്റെ കോളറ്റ് അതുപോലെ ഗൈഡ്, ഈ രണ്ട് പോർഷനും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ സൈസിലുള്ള കോൺഡ്യൂട്ടിനും നമുക്കിതിനെ മാറി മാറി ഉപയോഗിക്കാൻ സാധിക്കും. ദി പ്രിക്കോഷൻസ് ടു ബി ഒബ്സർവ്ഡ് വൈൽ ബെൻഡിങ്. ബെൻഡ് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ദ പൈപ്പ് യൂസ്ഡ് ഷുഡ് ബി മെക്കാനിക്കലി സ്ട്രോങ് ടു വിസ്റ്റാൻഡ് ദ പ്രഷർ വൈൽ ബെൻഡിങ്. നമ്മൾ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രഷറിനെ താങ്ങാനുള്ള കഴിവ് എപ്പോഴും ഈ പൈപ്പിനുണ്ടോ എന്ന് നമ്മൾ മെക്കാനിക്കലി ആ പൈപ്പ് സ്ട്രോങ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. പോളി സീം വെൽഡഡ് പൈപ്സ് ആർ നോട്ട് suitable ഫോർ ബെൻഡിങ് ആസ് ദേ മേ സ്പ്ലിറ്റ് വൈൽ ബെൻഡിങ്. ഇനി അത്ര പോളി നമ്മൾ സീം വെൽഡ് ചെയ്യുന്ന ഒരു മെറ്റാലിക് വെൽഡിങ്ങിൻ്റെ ഒരു ടെക്നിക്കാണ്. സീം വെൽഡിങ് ചെയ്ത പൈപ്പാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബെൻഡ് ചെയ്യുന്ന ടൈമിൽ അത് സ്പ്ലിറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് പ്രഷർ താങ്ങാൻ വയ്യാതെ അത് സ്പ്ലിറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തത് നമ്മൾ ഈ മെഷീനിൽ ബെൻഡിങ്ങിന് യൂസ് ചെയ്യരുത്. One of the easy methods of bending is to draw the bending curve on the floor and bend the pipe accordingly. ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് ബെൻഡിങ് ഈസ് ടു ഡ്രോ ദ ബെൻഡിങ് കർവ് ഓൺ ദി ഫ്ലോറിൻ്റെ മേലെ ബെൻഡിങ് കർവ് വരച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ ബെൻഡ് ചെയ്യുന്നതായിരിക്കും. വെൻ എ വുഡൻ ബ്ലോക്ക് ഈസ് യൂസ്ഡ് ഫോർ ബെൻഡിങ്, ചാംഫർ ബോത്ത് സൈഡ്സ് ഓഫ് ദി ഹോൾ ഓപ്പണിംഗ് ഇൻ ദ ബ്ലോക്ക്. നമ്മൾ വുഡൻ ബ്ലോക്കാണ് നമ്മൾ ബെൻഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യണമെങ്കിൽ ആ ഹോളിൻ്റെ എല്ലാ സൈഡും എന്ത് ചെയ്യണം, ചാംഫർ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചെറിയൊരു സ്ലോപ്പ് ഇട്ട് കൊടുക്കണം. അതെന്തിനാണ്, ഷാർപ്പ് എഡ്ജ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ബെൻഡ് ചെയ്യുന്ന സമയത്തേക്കും കോൺഡ്യൂട്ട് നാശമായി പോകാനുള്ള ചാൻസ് ഉണ്ട്. എൻഷുർ ദാറ്റ് ദ കോൺഡ്യൂട്ട് ഡസ് നോട്ട് ട്വിസ്റ്റ് വൈൽ ബെൻഡിങ്. ബെൻഡ് ചെയ്യുന്ന സമയത്തേക്ക് കോൺഡ്യൂട്ട് ട്വിസ്റ്റ് ചെയ്യാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കണം. യൂസ് എ പ്രോപ്പർ സൈസ് ഓഫ് ഹിക്കി അക്കോർഡിംഗ് ടു ദ ഡയമീറ്റർ ഓഫ് ദി പൈപ്പ് ടു ബി ബെൻഡ്. നമ്മുടെ ഏത് പൈപ്പാണോ ബെൻഡ് ചെയ്യേണ്ടത് അതിന് പ്രോപ്പറായിട്ടുള്ള ഡയമീറ്ററിലുള്ള ഒരു ഹിക്കി വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. വൈൽ ഡൂയിങ് മാനുവൽ ഹാൻഡ് ബെൻഡിങ്, ഡു നോട്ട് യൂസ് മാനുവൽ ഹോട്ട് ബെൻഡിങ്, ഡു നോട്ട് യൂസ് wet sand as the stream generated during the heating may cause any explosion. നമ്മൾ ഹോട്ട് ബെൻഡിങ് ചെയ്യുന്ന സമയത്ത് അവിടെ യൂസ് ചെയ്യുന്ന സാൻഡ്, അതിൻ്റെ അകത്തേക്ക് നമ്മൾ പൈപ്പിൻ്റെ അകത്തേക്ക് നമ്മൾ സാൻഡ് നിറയ്ക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാൻഡ് ചെയ്തിട്ടാണ് ജസ്റ്റ് നമ്മൾ ഹീറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ഹോട്ട് ബെൻഡിങ് ചെയ്യുന്ന സമയത്തേക്ക് ആ നിറയ്ക്കുന്ന സാൻഡ് ഒരിക്കലും വെറ്റായിട്ടുള്ള സാൻഡ് നമ്മൾ യൂസ് ചെയ്യരുത്.
കാരണം ആ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യും. വെറ്റ് സാൻഡ് അകത്തിരുന്നിട്ട് നമ്മൾ പുറത്ത് മെറ്റലിനെ ഹീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സാൻഡ് ചൂടായിട്ട് അവിടെ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റീം എല്ലാം കൂടെ അതിൻ്റെ അകത്ത് തിങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എക്സ്പ്ലോഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ വെറ്റ് സാൻഡ് അതിൻ്റെ അകത്തേക്ക് യൂസ് ചെയ്യാൻ പാടില്ല.